ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൻ്റെ തന്നെ തനതായ ജലോത്സവമാണ് നമ്മുടെ വള്ളംകളി. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള നമ്മുടെ ചെറായിക്കരയിലും ആവേശത്തിമിർപ്പിൻ്റെ ആർപ്പുകളികൾ ഉയർന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെറായി ജനതയെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചെറായിയുടെ ജലരാജാക്കന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് യുവതാര സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ ഉൾപ്പെട്ട 6 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കേട്ടോ. സമൃദ്ധിയുടെ ഉത്സവകാലമായ ഓണക്കാലത്ത് നടത്തിവരുന്ന വള്ളംകളിയിൽ പലതരത്തിലുള്ള പരമ്പരാഗത വള്ളങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വള്ളം ഏതാണെന്നല്ല, വള്ളം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നവരെയും മത്സരിക്കുന്നവരെയും ആവേശത്തിൻ്റെ ലഹരിയിൽ നിർത്തിക്കൊണ്ട് അവിടുത്തെ ജലരാജാവായി മാറണമെന്നുള്ള ഓരോ കളിക്കാരൻ്റെയും വാശേറിയ മുന്നോട്ടുള്ള പടയൊരുക്കത്തിലാണ് കാര്യം. അപ്പോൾ നമ്മുടെ ചെറായിലെ ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഒരു അടിപൊളി ജലോത്സവമാണ് അവിടെ നടക്കാൻ പോണത്. ഈ ഒരു ബാക്ക് വാട്ടർ ഫെസ്റ്റ് ഉദ്ഘാടനം നടത്തിയത് CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി സഖാവ് AP പ്രിനിലാണ് കേട്ടോ. ചെറായിലെ ഓരോ ജനതയും മത്സരത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആവേശത്തിമിർപ്പിലാക്കി നല്ലൊരു അടിപൊളി മത്സരം ചെറായിക്ക് വേണ്ടി മാറ്റിവെച്ച എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത KK ജോഷി, സേതുലാൽ, രേഷ്മ, ജിഷ്ണു, അമൽ, ഇവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവരുടെ നല്ലൊരു പ്രയത്നത്തിന് ഫലമായിട്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു മത്സരം ഈ ചെറായിക്കരയിൽ നടന്നത് തന്നെ. അവിടെ അങ്ങേ അറ്റത്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ജലോത്സവ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയങ്ങൾ ലേറ്റായെങ്കിൽ പോലും ഉച്ച സമയമായിട്ടും കുഞ്ഞു മക്കളെയും കൊണ്ട് വെയിലത്ത് ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഓരോ മനസ്സായിട്ട് ആ ഒരു മത്സര വിജയ നിമിഷത്തിനായിട്ട് കാത്തു നിന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ. ആരായിരിക്കും നമ്മുടെ ചെറായിക്കരയിലെ ജലരാജാക്കന്മാർ? തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മത്സരാർത്ഥികൾ അവരുടെ വാശിയേറിയ മത്സരങ്ങൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടോ. ഇനി അവർക്ക് ആവേശം നിറഞ്ഞ മത്സരത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാം. ഭയങ്കര ചർച്ചയും കാര്യങ്ങളിലാണ് നമ്മുടെ ഈ ഓരോ ടീമുകളും ഓരോ ഭാഗത്തും മാറി മാറി നിന്നുകൊണ്ടുള്ള ചർച്ചയാണ്. അപ്പം മത്സരം തുടങ്ങാനായിട്ട് ഇനിയും കുറച്ച് സമയങ്ങൾ കൂടിയുണ്ട്. അപ്പം അതിനു വേണ്ടി വെയിറ്റിങ്ങിലാണ് എല്ലാവരും. വിജയം കരസ്ഥമാക്കാനുള്ള ഓരോ ടീമിൻ്റെയും ദൃഢമായ പ്രതിജ്ഞയിലാണ് എല്ലാവരും. അവർക്ക് വേണ്ട എല്ലാ കരുത്തും നൽകിക്കൊണ്ട് അവരുടെ ക്യാപ്റ്റന്മാർ അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു മനസ്സും ഒരേ ശക്തിയുമായിട്ട് അവരുടെ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ മത്സരാർത്ഥികളും എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറായിക്കര കാത്തുനിന്ന ആ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ില്ലേ മത്സരത്തിന് ഏതൊക്കെ ഗ്രൂപ്പാണ് ഇപ്പൊ വലിയ നടക്കണത്? തിരമാല യോദ്ധാവ്, പിന്നെ ജുഗുനു സ്റ്റാർട്ട് ചെയ്യുന്നത് അറുമുഖൻ നമ്പർ 2, രുദ്രമാല നമ്പർ 1. അപ്പോൾ നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. അപ്പോൾ മത്സരാർത്ഥികളെല്ലാം വഞ്ചിയിലായിട്ട് തുഴഞ്ഞ് ഇപ്പം തന്നെ അവരിൽ നല്ലൊരു ആവേശം കണ്ടുവരുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം.
ഞങ്ങളുടെ ഈ മത്സരത്തിൽ വെയിലൊന്നും ഒരു പ്രശ്നമല്ലെന്നുള്ള മട്ടിൽ എത്രയോ അമ്മമാരാണ് കുഞ്ഞു മക്കളായിട്ട് കാത്തു നിൽക്കുന്നതെന്നറിയൂ. ആരായിരിക്കും ചെറായിക്കരയുടെ ആ ജലരാജാക്കന്മാരെന്നറിയാനായിട്ട് എത്രയോ നേരങ്ങളായി കാത്തു നിൽക്കുന്നു. സൂര്യൻ്റെ ആ ചൂടിലും തളരാതെ ആവേശത്തിമിർപ്പിൽ പാഞ്ഞടുക്കുന്ന ആ മത്സരാർത്ഥികളെ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും. ഫൈനൽ മത്സരത്തിലേക്കുള്ള വിജയാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമാണ്. ഫൈനൽ മത്സരത്തിൽ നമുക്ക് ഇനി ആരെല്ലാം വരുമെന്നുള്ളത് കണ്ടറിയാം. അടുത്ത മത്സരത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ഒന്ന് തുഴകളെറിയാൻ അവർക്ക് ഈ വിജയം അനിവാര്യമാണുള്ളതുകൊണ്ട് രുദ്രമാല നമ്പർ 1 രണ്ടാമത്തെ ട്രാക്കിലൂടെയും കർണൻ ഒന്നാമത്തെ ട്രാക്കിലൂടെയും 3-ാം സ്ഥാനത്തേക്ക് ആരെല്ലാമായിരിക്കും മത്സരിക്കാനുണ്ടാവുക? നമുക്ക് ഈ അടുത്ത മത്സരങ്ങളിലേക്ക് നോക്കാം. ആർക്കായിരിക്കും 3-ാം സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഭാഗ്യം കിട്ടുക? ആരായിരിക്കും വിജയ്? കർണനായിരിക്കോ രുദ്രമാലയായിരിക്കോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതേ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ ട്രാക്കിലൂടെ കർണറുണ്ട്. അന്തിമകാലം ബോട്ട്ക്ലബിന്റെ കൈക്കരുത്തിൽ അതിന്റെ ക്യാപ്റ്റൻ രമേശും അതിന്റെ അനിയൻ നിഖിലും അതിന്റെ അമരൻ വിനീഷുമാണ്. അതുപോലെ ട്രാക്കിലൂടെ കടന്നു വരുന്നു കഥാമംഗലം ബോട്ട്ക്ലബിന്റെ കൈക്കരുത്തിൽ മഹേഷ് പൂയപ്പള്ളി ക്യാപ്റ്റനായില്ല. അനിൽ അവർ അഖിൽ AKGയും കഴിയാവുന്ന രുദ്രമാല നമ്പർ ആവേശത്തോടെ കടന്നു വരുന്ന മത്സരം. ഈ കാഴ്ചകൾക്ക് വിഭിന്നമായ ഇല്ല, വിട്ടുകൊടുക്കാൻ കർണൻ തയ്യാറല്ല. ആവേശത്തോടെ കടന്നു കർണ, നീ ഒന്ന് വാരി വലിച്ചു യോദ്ധാവായി വിജയിയായി മാറ് അയോധ. അപ്പൊ കർണൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ രുദ്രമാല രണ്ടാമത്തെ ട്രാക്കിലൂടെ കർണനാണ് രുദ്രമാലയാണ് കർണനാണ് രുദ്രമാലയാണ് എന്നൊരു മത്സരങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ആവേശം അലതല്ലുന്ന മത്സരങ്ങളാണ് ചെറായിയെ കാത്തിരിക്കുന്നത്. ഇത്രയേറെ കുറച്ച് കാത്തുനിന്നെങ്കിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് കാത്തുനിന്നില്ലെങ്കിലും മത്സരങ്ങളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചെറായിയുടെ ഈ കനാല് തീകൂരിയിട്ടുകൊണ്ട് അത് ഈ മധ്യകേരളത്തിലെ ജലോത്സവ പ്രേമികളെ പോലെ ഹൃദ്രോഗങ്ങളൊക്കെ കുറച്ച് മാറി നിന്നോ. ഇനി ഹൃദയസ്തംഭനം സംഭവിച്ചേക്കാവുന്ന മത്സരങ്ങളാണ്. നിങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം രണ്ടാം പാദ സെമി ഫൈനൽ മത്സരത്തിലാണ് രുദ്രമാല നമ്പർ 1 നമ്മുടെ 3-ാം സ്ഥാനത്തേക്കുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അപ്പൊ ഇതിൽ ആരായിരിക്കും വിജയ്, ആരായിരിക്കും പാനെടുക്കുക? അങ്ങനെ ഇതേ എല്ലാ ശക്തികളും ഒത്തൊരുമയോടെ ആഞ്ഞു പിടിച്ചുകൊണ്ട് മുന്നോട്ട് കയറിയിരിക്കുകയാണ്. രുദ്രമാല യോദ്ധാവാണ് 3-ാം സ്ഥാനത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെയായിരിക്കും വിജയ് എന്ന് തോന്നുന്നു. ആഹ്ലാദത്തിന്റെ ആർപ്പുവിളിയിൽ ആവേശം മുഴുവൻ അവരുടെ കൈകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആഞ്ഞു പിടിച്ച് തുഴഞ്ഞു വരുന്നു. അതെ, 3-ാം സ്ഥാനത്തേക്കുള്ള വിജയ് രുദ്രമാല യോദ്ധാവ് തന്നെ. ഇനിയുള്ളത് വാശിയേറിയ 1-ാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ്. ആരായിരിക്കും ചെറായിയുടെ ജലരാജാക്കന്മാരെന്നറിയാനായിട്ട് കാത്തിരിക്കുന്നു നിമിഷങ്ങൾ മാത്രം. മത്സരം ആരംഭിച്ചില്ലേ? ആറുമുഖൻ നമ്പർ 2 മത്സരം, ആവേശകരമായ ഫൈനൽ മത്സരം, കലാശപ്പോരാട്ടം. എന്തൊരു മത്സരം, ആവേശത്തോടുള്ള മത്സരം. ഇത്ര സമയം ഭക്ഷണവും വെള്ളം ഒന്നുമില്ലാതെ കാത്തിരുന്ന ആ വിജയിക്കുള്ള അവസാന ഘട്ടത്തിലേക്കുള്ള മത്സരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് അറുമുഖൻ നമ്പർ 2-നെ 2-ാം സ്ഥാനത്തിലേക്ക് ആക്കിക്കൊണ്ട് നമ്പൂരിയച്ചൻ 1-ാം സ്ഥാനത്തേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഇത്ര സമയം ചെറായിക്കര മുഴുവൻ കാത്തുനിന്ന ആ ഒരു വിജയ നിമിഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിന്റെ തളർച്ചകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പായും കുതിരയെ പോലെ മുന്നിട്ട് കുതിച്ചുകൊണ്ട് കയറിയ ചെറായിക്കരയുടെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് പേരെടുത്ത KBC കൊറുങ്കോട്ട ക്ലബിന്റെ നമ്പൂരിയച്ചൻ വള്ളത്തിനാണ് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോ ഈ മത്സരത്തിന് അവരിങ്ങനെ ആ പവരിയിലേക്ക് ആ കറുത്ത കുതിര പോലെ അറയുന്ന പുര പോലെ കുതിച്ചു പോയും
കുതിര പോലെ അവരിങ്ങനെ പാഞ്ഞെടുത്ത് വരികയാണെന്ന്. അപ്പോ KV നിഖിൽ ഞാറക്കൽ ക്യാപ്റ്റനായിട്ടുള്ള KBC കുറുങ്കോട്ടയുടെ കൈക്കരുത്തിൽ നമ്പൂരിയച്ചൻ, അതിന്റെ സ്പോൺസർ ഐലൻഡ് കഫേ ആണ്, അതിന്റെ അണിയം ജനീഷും അതിന്റെ അമരം രൂപേഷുമാണ്. അപ്പോ രൂപേഷേട്ടാ, ആവേശകരമായ മത്സരത്തിന് ശേഷം നമ്പൂരിയച്ചൻ ഇങ്ങനെ പവലിയിലേക്ക് വന്നെടുക്കുകയാണ്. പരിസമാപ്തിയായിരിക്കുകയാണ്. സഖാവ് AP പ്രിനിൽ CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച ഈ ഇതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും നന്നായിട്ട് തന്നെ പ്രയത്നിച്ചുകൊണ്ടാണ് ആ ഒറ്റ താളത്തിൽ ഒറ്റ സ്വരത്തിൽ അവരുടേതായ ആ കഴിവുകൾ മുന്നോട്ടെടുത്തുകൊണ്ട് ആഞ്ഞു വലിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും മുന്നോട്ട് നീങ്ങിയത്. ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഓരോരുത്തരും. ചെറായിക്കരനെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ആവേശത്തിരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ കാത്തു നല്ല വിജയ നിമിഷങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം ഇനിയും നമ്മുടെ 3ാം സ്ഥാനത്തേക്കുള്ള സമ്മാനദാനം ഇവിടെ നടക്കുക. സമ്മാനദാനം നിർവഹിക്കാനായിട്ട് EK ജയൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉത്തരമാലയുടെ യോദ്ധാവ് 3ാം സ്ഥാനക്കാരാവുക. നമുക്കറിയാം KBC കുറുങ്കോട്ടയാണെങ്കിലും SN8 ആണെങ്കിലും. അപ്പോൾ അതുപോലെ കാത്തുവെച്ചിട്ടുള്ള ബെസ്റ്റ് അമരക്കാരൻ രൂപൻ. അപ്പോൾ ആവേശത്തോടു കൂടി നടന്ന ഈ മത്സരത്തിന് ഒന്ന് ചാടി വെള്ളം വന്നപ്പോൾ അപ്പൊ ഒന്ന് കൈയടിച്ചവർക്ക് ഒന്ന് അറപ്പി വിളിച്ചവർക്ക് നമ്മുടെ കൈയടി കേരളത്തില് ഇനിയും നമ്പർ 2 2ാം സ്ഥാനക്കാരായി. അപ്പോൾ അദ്ദേഹത്തിന്റെ അമരക്കാരനും അദ്ദേഹത്തിന് മറ്റുള്ള പണിക്കാരും പറഞ്ഞെങ്കിലും അപ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുത്ത് ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുത്ത് 2ാം സ്ഥാനക്കാരിൽ നിന്ന് 2ാം സ്ഥാനക്കാരിലേക്ക് എത്താൻ അവർ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആവേശത്തോടു കൂടി ഇനി അടുത്തത് കിരീടധാരണമാണ്. ചെറായിലെ യുവതാര കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഈ ജലോത്സവത്തില് ഞാൻ പറഞ്ഞില്ലേ, കാത്തിരിക്കുന്നവർക്കും അതിനായി കഷ്ടപ്പെടുന്നവർക്കും കനകം കൊണ്ടുതരും സൃഷ്ടാവ്. അങ്ങനെ ചെറായിലെ കനകം നേടിയെടുത്തവർ, ചെറായിലെ ജലരാജാക്കന്മാർ, 1ാം സ്ഥാനം KBC കുറുങ്കോട്ടയുടെ നമ്പൂരിയച്ചൻ. ആവേശത്തോടു കൂടി ഒരു ആർപ്പ വിളിച്ചുകൊണ്ട് എത്രയും അനുമോദനങ്ങളും ആശംസകളും. അപ്പൊ ആവേശത്തിൽ ഒന്ന് കൈയടിച്ചു കൊടുത്ത് അവർ 1ാം സ്ഥാനക്കാരാണെന്ന് അവര് ഇവിടെ ഏറ്റവും അർപ്പക്കരയെല്ലാം സമയസ്ഥാനം നടന്നിട്ടും ചെറായിലും മൊത്തത്തിൽ നമ്മക്കാരെ അനുമോദനത്തിന്റെ പൂച്ചങ്ങൾ വാരി വിതറിയതാണെന്നവരും. അപ്പൊ എന്തൊരു മത്സരം, ഒന്ന് കൈയടിച്ചു കൊടുത്ത് ഒന്ന് ആർത്തി വിളിച്ചു കൊടുത്ത് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.